ചില കഥകൾ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത അടയാളങ്ങൾ അവശേഷിപ്പിക്കും. അവ അവസാനിച്ചാലും അതിന്റെ അലയൊലികൾ നമ്മളിൽ നിലനിൽക്കും. വാക്കുകൾക്ക് അതീതമായ ഭാരവും പേറി നിഴലുകളിൽ ജീവിക്കുന്ന രണ്ടു മനുഷ്യർ. അവരുടെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വരവോടെ അവരുടെ ജീവിതം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറിമറിയുന്നു. നമുക്ക് ആ കഥ കേട്ടാലോ? എല്ലാവർക്കും നമസ്കാരം. സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കൊറിയൻ ചിത്രമായ വോയിസ് ഓഫ് സൈലൻസ് ആണ്. നിശബ്ദമായ പോരാട്ടങ്ങളുടെയും ദുർബലമായ ബന്ധങ്ങളുടെയും ജീവിതത്തിലെ കഠിനമായ തിരഞ്ഞെടുപ്പുകളുടെ ഭാരത്തിന്റെയും വികാര നിർഭരമായ കഥയാണിത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ചുന്നെന്നും മിൻഹോ എന്നും പേരുള്ള മുട്ട വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചുൻ മുടന്തനാണ്. മിൻഹോയ്ക്ക് സംസാരശേഷിയില്ല. ഇരുവരും ഒന്നിച്ച് നാളുകളായി ജോലി നോക്കുന്നു. ഒരു വാനിലാണ് അവർ മുട്ടക്കച്ചവടം ചെയ്യുന്നത്. പകൽ അവസാനിക്കുമ്പോൾ ശാന്തമായ ആ ഗ്രാമം പിന്നിട്ട് അവർ വിജനമായ ഒരിടത്തുള്ള ഒരു വീട്ടിലേക്കെത്തി. അവിടെ വെച്ച് വസ്ത്രം മാറി തങ്ങൾ ചെയ്യുന്ന മറ്റൊരു പ്രത്യേക ജോലിക്കായി അവർ തയ്യാറെടുത്തു. പുറത്ത് സാധാരണ മുട്ടക്കച്ചവടക്കാരായി തോന്നുമെങ്കിലും അവരുടെ യഥാർത്ഥ ജോലി മറ്റേവരെയും അല്പമെങ്കിലും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഗാങ്സ്റ്റർ സംഘത്തിന്റെ ക്ലീനർ ജോലിയാണ് അവർ നടത്തുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയാം, ഗാങ്സ്റ്റേഴ്സും ക്രിമിനൽ സംഘങ്ങളും കൊലപാതകങ്ങളും മറ്റും ചെയ്യുമല്ലോ. അത്തരത്തിൽ കാണപ്പെടുന്ന മൃതദേഹങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം ആരും കാണാതെ അവർ കൈകാര്യം ചെയ്യും. അതിൽ വിദഗ്ധരാണ് അവർ. തെളിവുകൾ പോലും ഇല്ലാതെ വേണ്ടത് ചെയ്യാൻ അവർക്കറിയാം. അന്നവർ അതുപോലെ ജോലിക്കായി എത്തിച്ചേർന്നത് അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഒരിടത്തേക്കായിരുന്നു. അവിടെ ഒരാൾ ശക്തമായ പരിക്കേറ്റ് കൊല്ലപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് കുപ്രസിദ്ധ ഗ്യാങ്സ്റ്റർ തലവൻ കിം വന്നെത്തി. പുറത്ത് മിൻഹോ അയാൾക്കായി വളരെ ശ്രദ്ധയോടെ നൂഡിൽസ് പാകം ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം കിമ്മിന്റെ കാറിലിരുന്ന് സിഗരറ്റ് വലിച്ച് അയാളെ അനുകരിക്കാൻ അവൻ ശ്രമിച്ചു. ആ സമയമാണ് ചുൻ അങ്ങോട്ടേക്ക് വന്നത്. മിൻഹോയുടെ ആ പ്രവൃത്തി കണ്ടതും ചുൻ പറഞ്ഞു, കീറിയ പുതപ്പി കിടന്ന് ഇത്തരം വലിയ സ്വപ്നങ്ങൾ കാണുന്നത് അത്ര നല്ലതൊന്നുമല്ല. നീ വന്ന ജോലി തീർത്ത് നമുക്ക് പോകാം. അവർ അകത്തു ചെന്നു. മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ചുന്നും പങ്കാളിയും ഒന്നിച്ച് ജോലി തുടങ്ങി. തെളിവുകൾ നശിപ്പിക്കുന്നതിൽ അവർ സാമാന്യ വൈദഗ്ധ്യമുള്ളവരാണ്. അപ്പോഴാണ് മറ്റൊരു പ്രത്യേക ജോലിയെക്കുറിച്ച് കിം ചുന്നിനോട് പറയുന്നത്. ഒരാളെ കുറച്ചു ദിവസത്തേക്ക് അവർ നോക്കണം. ആദ്യം അത് കേട്ടതും ഇരുവരും വിസമ്മതിച്ചെങ്കിലും വലിയൊരു തുക വാഗ്ദാനം ചെയ്തപ്പോ ചുന്നതിന് സമ്മതിച്ചു. കിം അവർക്ക് കുറച്ചു പണം അഡ്വാൻസ് ആയി കൊടുത്തു. അതിനുശേഷം അന്നു കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം അവർ കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ദൈവഭക്തിയുള്ള ക്രിസ്ത്യാനിയായ ചുൻ പരേതന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയും ശേഷം ആ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. അന്നത്തെ ജോലി കഴിഞ്ഞതും അവർ അവിടുന്ന് മടങ്ങി. മിൻഹോ ഗ്രാമത്തിന്റെ ഉള്ളേരിയയിൽ ഒറ്റപ്പെട്ട ഒരിടത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് തിരിയുന്നിടത്ത് ഒരു മരച്ചുവട്ടിൽ മിൻഹോയെ ചുൻ ഇറക്കി വിട്ടു. അവിടെ ഒരു വൃദ്ധ പച്ചക്കറി വിൽക്കുന്നുണ്ടായിരുന്നു. മിൻഹോ താൻ കൊണ്ടുവന്നിരുന്ന കുറച്ച് മുട്ടകൾ അവർക്ക് നൽകി. പിന്നാലെ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയ മിൻഹോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം അവരുടെ പ്രത്യേക ജോലിക്കായി ചുന്നും മിൻഹോയും ഒരു ഹോട്ടലിലേക്ക് എത്തി. മിൻഹോ അവിടെയുള്ള വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ പാകത്തിന് ഒരു മരത്തടിയും കയ്യിൽ കരുതിയിരുന്നു. നിശ്ചയിച്ച മുറി തുറന്നപ്പോൾ അവിടെ മുഴുവനായിട്ടുണ്ടായിരുന്നതും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായിരുന്നു. അതോടെ അവർ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് സോഫയ്ക്ക് പിന്നിൽ നിന്ന് മുയലിന്റെ മുഖം മൂടി ധരിച്ചൊരു പെൺകുട്ടി പുറത്തു വന്നത്. അത്രയും ചെറിയൊരു പെൺകുട്ടിയാണ് നോക്കേണ്ടതെന്ന് കിം പറഞ്ഞപ്പോ അവർ കരുതിയിരുന്നില്ല. ചുന്നുടൻ തന്നെ കിമ്മിനെ ഫോൺ വിളിച്ചു. മോചനദ്രവ്യത്തിന് വേണ്ടിയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതെന്ന് കിമ്മിന്റെ മറുപടിയിൽ നിന്നും ചുന്നിന് മനസ്സിലായി. യഥാർത്ഥത്തിൽ അവളുടെ അനിയനെയായിരുന്നു തട്ടിക്കൊണ്ടുവരാൻ കിം പ്ലാൻ ചെയ്തത്. പക്ഷേ ആളുമാറി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനുമായി അവർ വിലപേശൽ നടത്തി. പക്ഷെ അതൊരു പെൺകുട്ടിയായതുകൊണ്ടും തന്റെ ആൺകുട്ടി സേഫ് ആയതുകൊണ്ടും ആ അച്ഛൻ പണത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും ചുന്നിന് ദേഷ്യം വന്നു. ചുൻ പറഞ്ഞു, ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയല്ലേ? ഇതൊക്കെ എന്തുതരം മാതാപിതാക്കളാണ്? പിന്നാലെ ചുന്ന കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ അടുത്ത 2 ദിവസത്തേക്ക് കുട്ടി എവിടെ താമസിപ്പിക്കും എന്നതിനെ ചൊല്ലി ചുന്നും മിൻഹോയും തമ്മിൽ തർക്കം ആരംഭിച്ചു. ചുന്നിന്റെ വീട്ടിൽ എപ്പോഴും ഓരോ ആളുകൾ വരാറുള്ളതാണ്. അതുകൊണ്ട് മിൻഹോയുടെ വിജനമായ ഇടത്തുള്ള വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാൻ ചുൻ പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും മറ്റു വഴികളില്ലെന്ന് മിൻഹോയ്ക്കും അറിയാമായിരുന്നു. ചുന്നാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് മിൻഹോയെ ഒന്നുകൂടി വൈകാരികമായി തളർത്തുകയും അവനെ സമ്മതിപ്പിക്കുകയും ചെയ്തു. മിൻഹോയെ കുട്ടിക്കാലം മുതൽ വളർത്തിയത് ചുന്നായിരുന്നു. വൈകാരികമായ ആ സംസാരത്തിലാണ്
വെച്ചാണ് മിൻഹോ വീണുപോയത്. അങ്ങനെ അവൻ കുട്ടിയുമായി അവിടെ നിന്ന് യാത്ര തിരിച്ചു. ജോഹി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. പോകുന്ന വഴിയിൽ അവൾ ചോദിച്ചു, ഞാൻ സേഫായിരിക്കുമോ? താൻ അവളുടെ അച്ഛന്റെ സുഹൃത്താണെന്നും അച്ഛന്റെ കയ്യിലുള്ള ചില സാധനങ്ങൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് തന്നാൽ അവളെ വിട്ടയക്കുമെന്നും ചുൻ അവൾക്ക് മറുപടി കൊടുത്തു. അപ്പോ നിങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പോകുവാണോ എന്നായിരുന്നു ജോഹിയുടെ ചോദ്യം. താൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടതാണെന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു. മിൻഹോ സൈക്കിൾ വെക്കുന്ന സ്ഥലത്ത് ചുൻ അവരെ ഇറക്കി. ജോഹിയെ സൈക്കിളിലിരുത്തി മിൻഹോ വീട്ടിലേക്ക് ചവിട്ടിപ്പോവാൻ ആരംഭിച്ചു. വഴിയിൽ വെച്ച് പച്ചക്കറി വിൽക്കുന്ന വൃദ്ധയെ അവർ കണ്ടുമുട്ടി. ജോഹിയകട്ടെ അവരെ കണ്ടതും സൈക്കിളിൽ നിന്ന് ചാടിയിറങ്ങി ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. പക്ഷെ ആ വൃദ്ധ ചിന്തിച്ചത് അവൾ മിൻഹോയുടെ അനിയത്തിയാണെന്നായിരുന്നു. അതുകൊണ്ട് അവളോട് അടങ്ങിയിരിക്കാനും മിൻഹോയുടെ കൂടെ പോവാനും ആ വൃദ്ധ പറഞ്ഞു. എന്തായാലും അവിടെ നിന്നും ജോഹിയെ തന്റെ ദേഹത്തോട് ചേർത്ത് കെട്ടിവെച്ചാണ് മിൻഹോ ബാക്കിയുള്ള യാത്ര ചെയ്തത്. അങ്ങനെ അവർ മിൻഹോയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ആ വീടാണെങ്കിൽ ജോഹിയെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. വീടിന്റെ അകത്തേക്ക് കടന്നാൽ മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അവിടെ ജോഹി മറ്റൊരു പെൺകുട്ടിയെ കണ്ടു. അവളെയും തട്ടിക്കൊണ്ടുവന്നതാണെന്നായിരുന്നു ജോഹി ആദ്യം കരുതിയത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് മിൻഹോയുടെ അനിയത്തി മൂണാണ്. കുറച്ചു കഴിഞ്ഞാണ് അവൾക്കത് മനസ്സിലായത്. കൂടുതൽ കാര്യങ്ങൾ അവൾ ചോദിക്കുന്നതിന് മുമ്പ് മിൻഹോ വന്ന് വാതിലിന് മുന്നിൽ കിടന്നു. ജോഹി രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. മൂണാകട്ടെ തന്റെ ചേട്ടന്റെ ദേഹം തലയിണയാക്കി കിടന്നുറങ്ങാനും ആരംഭിച്ചു. ഇടയ്ക്ക് ജോഹി എന്തു ചെയ്യുകയാണെന്ന് മിൻഹോ നോക്കി. ജോഹി എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ജോഹി ഉണർന്ന് പുറത്തേക്ക് എത്തി നോക്കി. മിൻഹോ മുഖം കഴുകുകയായിരുന്നു. പിന്നാലെ ഉറങ്ങുകയായിരുന്ന മൂണിനെ ജോഹി വിളിച്ചുണർത്തി. ജോഹി ചോദിച്ചു, അത് ശരിക്കും നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണോ? മൂൺ അതേയെന്ന് മറുപടി കൊടുത്തു. ഇതിനിടയിൽ 11 മണിക്ക് മറ്റൊരു ജോലിയുണ്ടെന്ന് ചുന്നിന്റെ സന്ദേശം മിൻഹോയ്ക്ക് വന്നെത്തി. ജോഹിയെ വീട്ടിൽ പൂട്ടിയിടാൻ പറഞ്ഞെങ്കിലും അനിയത്തിയെയും അവളെയും ഒന്നിച്ച് പൂട്ടിയിടാൻ കഴിയാത്തതുകൊണ്ട് മിൻഹോ അവളെയും കൂടെ കൂട്ടി. അങ്ങനെ തങ്ങളുടെ സ്പെഷ്യൽ ജോലിക്കായി കൃത്യം 11 മണിക്ക് മിൻഹോയും ചുന്നും ഒരിടത്തേക്കെത്തി. അവിടെ എത്തിയപ്പോ കണ്ടത് ജോഹിയെ നോക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ച അവരുടെ ബോസായ കിമ്മാണ് പരിക്കേറ്റ് തൂങ്ങിക്കിടക്കുന്നത്. അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഓരോ ക്രൂരതകൾ ചെയ്തിരുന്നതുകൊണ്ട് മിൻഹോ അയാളുടെ മുഖത്തിട്ടൊരു അടി കൊടുത്തു. അടക്കം ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ കോട്ടും കൈവശപ്പെടുത്തി. പിന്നാലെ ചീഫ് ബോസിനെ അവർ ചെന്നു കണ്ടു. അപ്പോഴാണ് അവർക്ക് വ്യക്തമായത് കിമ്മിന്റെ മുകളിൽ ഗ്യാങ്സ്റ്റർ സംഘത്തിന് മറ്റൊരു ചീഫ് ബോസ് ഉണ്ട്. പക്ഷേ കിം ചീഫ് ബോസിനെ അറിയിക്കാതെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. ജോഹിയെ തട്ടിക്കൊണ്ടുവന്നതുപോലും കിം അത്തരത്തിൽ തന്റെ ബോസിനെ അറിയിക്കാതെ ചെയ്ത പ്രവൃത്തിയാണ്. ചീഫ് ബോസ് അത് മനസ്സിലാക്കിയതും കിമ്മിനെ കൊന്നുതള്ളുകയായിരുന്നു. അവർ ജോഹിയുമായി ചീഫ് ബോസിന്റെ അടുത്തെത്തി. എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. തങ്ങളുടെ സംഘത്തിന് ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും ആ കുട്ടിയെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടേക്കൂ എന്നുമായിരുന്നു ചീഫ് ബോസ് പറഞ്ഞത്. അത് കേട്ടതോടെ ചുന്നും മിൻഹോയും പരിഭ്രാന്തരായി. എന്തു ചെയ്യണമെന്ന് അവർക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്തു. കിമ്മിന്റെ മൃതദേഹം അടക്കം ചെയ്യുന്നതും മറ്റും ജോഹി കാണുന്നുണ്ടെങ്കിലും അവൾ അധികം ഭയപ്പെട്ടൊന്നുമില്ല. പകരം അവൾ അവരെ സഹായിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് അവർ ഹോട്ടലിലേക്ക് മടങ്ങി. കിമ്മിന്റെ നിർദ്ദേശപ്രകാരം ജോഹിയെ തട്ടിക്കൊണ്ടുവന്ന ആളുകളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഇരുവരും അവരെ ചെന്ന് കണ്ടു. അവളെ കൊണ്ടുപോകാൻ അവർ അവരോട് പറഞ്ഞെങ്കിലും അവർ പെൺവാണിഭ സംഘത്തിലെ അംഗങ്ങളാണ് എന്നവരുടെ സംസാരത്തിൽ നിന്ന് ചുൻ മനസ്സിലാക്കി. പക്ഷെ പിന്നാലെ അവരൊരു കാര്യം പറഞ്ഞു, ആ പെണ്ണിനെ നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ. നമുക്ക് ആ പെണ്ണിന്റെ അച്ഛനോട് വിലപേശാം. പണം കിട്ടിയാൽ നമുക്ക് പകുതി പകുതി എടുക്കാം. അതോടെ ജോഹിയെ കൂടെ നിർത്തുകയല്ലാതെ മറ്റു വഴികൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നില്ല. എന്തായാലും റാൻസം മണി ആവശ്യപ്പെട്ട് ജോഹിയുടെ അച്ഛന് കത്തയക്കാൻ അവർ തീരുമാനിച്ചു. മിൻഹോ കടയിൽ പോയി നോട്ട്ബുക്കും പെൻസിലും വാങ്ങി. തന്നെ വിട്ടയക്കാൻ 2 ലക്ഷം രൂപ നൽകണമെന്ന് ജോഹി കത്തിലെഴുതി. റാൻസം എന്നാൽ എന്താണെന്ന് അത് കണ്ട് മൂൺ ചോദിച്ചു. ജോഹി മറുപടി പറഞ്ഞു, മോശക്കാരായ ആളുകൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പണം കിട്ടിയാൽ വിട്ടയക്കും. അതിനെയാണ് റാൻസം എന്ന് പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ മൂൺ തറയിൽ വരയ്ക്കാൻ തുടങ്ങി. അത് കണ്ടതും ജോഹി പേപ്പറിൽ വരയ്ക്കാൻ അവൾക്ക് പറഞ്ഞുകൊടുത്തു. നീ ഇങ്ങനെ തറയിലൊക്കെ വരച്ച് മൊത്തം മഴക്കാക്കിയ നിന്റെ ചേട്ടന് വിഷമമാകും എന്നവൾ മൂണിനെ ഓർമ്മിപ്പിച്ചു. അടുത്ത ദിവസം മിൻഹോ ആക്കത്ത് തലേ ദിവസം കണ്ട് ഗ്യാങ്സ്റ്റേഴ്സിന് കൈമാറി. രാത്രിയിൽ ഭക്ഷണവുമായി മിൻഹോ എത്തുമ്പോൾ ജോഹി മുറി വൃത്തിയാക്കുകയായിരുന്നു. ഒരു ടേബിളും അവൾ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ട് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം, നിന്നെ വസ്ത്രം മടക്കാൻ പഠിപ്പിക്കാം എന്ന് ജോഹി മൂണിനോട് പറഞ്ഞു. മിൻഹോ പോയി കുളിച്ചു വരുമ്പോഴേക്കും ആ മുറി തന്നെ ആകെ മാറിയിരുന്നു. അലങ്കോലമായിരുന്ന മുറി ജോഹിയും മൂണും ചേർന്ന് അതീവ വൃത്തിയുള്ളതാക്കി മാറ്റി. ഒരു വെല്ലേച്ചിയെപ്പോലെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളും ജോഹി മൂണിനെ
പഠിപ്പിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഭക്ഷണം കഴിക്കാൻ തിരക്ക് കൂട്ടിയ മൂണിനെ ഒരു ചേച്ചിയെപ്പോലെ അവള് മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ജോഹി അങ്ങനെ മൂണിനെ പരിപാലിക്കുന്നതൊക്കെ കണ്ടപ്പോ മിൻഹോയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ജോഹിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ബാത്റൂം പുറത്താണ്. ജോഹി മിൻഹോയെ വിളിച്ചുണർത്തി. ടോർച്ച് തെളിച്ച് മിൻഹോ അവളെ പുറത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി. പക്ഷെ അകത്തൊറ്റയ്ക്കിരിക്കാൻ അവൾക്ക് പേടിയായിരുന്നു. താൻ പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് എന്നറിയിക്കാൻ അവൻ കൈകൾ കൊട്ടാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടായിരുന്നു സമാധാനത്തിൽ ജോഹി ടോയ്ലറ്റിലിരുന്നത്. 2 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ജോഹിയുടെ അച്ഛന്റെ മറുപടിയൊന്നും അവർക്ക് ലഭിച്ചതേയില്ല. എല്ലാ ദിവസവും ജോഹിയെയും കൂട്ടിയാണ് മിൻഹോ ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. അവർ സന്തോഷത്തോടെ ഒന്നിച്ച സമയം ചെലവഴിച്ചിരുന്നു. ജോഹി വീട്ടുജോലികളിലും മൂണിനൊപ്പം കളിക്കാനും കൂടി. 4 ദിവസം കഴിഞ്ഞു. ജോഹിയുടെ അച്ഛനിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതോടെ ചുൻ പുതിയൊരു പ്ലാനുമായിട്ട് വന്നു. ഐസ്ക്രീമും ക്യാമറയുമായിട്ടാണ് ചുൻ വന്നത്. ജോഹിയുടെ ഒരു ഫോട്ടോ എടുത്ത് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്താനായിരുന്നു ചുന്നിന്റെ ഉദ്ദേശം. ക്യാമറ ഉപയോഗിക്കാനാണെങ്കിൽ മിൻഹോയ്ക്കൊരു വശവുമില്ല. ഒടുവിൽ ജോഹി തന്നെ മിൻഹോയെ അത് പഠിപ്പിച്ചു കൊടുത്തു. ഫോട്ടോ എടുക്കാൻ നേരം ജോഹി വലിയ സന്തോഷത്തിലാണ്. ഉടൻ ചുൻ പറഞ്ഞു, കുറച്ചു മുഖത്ത് സങ്കടം വരുത്തി അഭിനയിക്ക്. അത് കേട്ടതും ജോഹി അത്തരത്തിൽ അഭിനയിച്ചു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവളുടെ അച്ഛൻ പണം നൽകാൻ സമ്മതിച്ചതായി പറഞ്ഞ് ഗ്യാങ്സ്റ്റേഴ്സിന്റെ വിളി വന്നു. പക്ഷേ പണം വാങ്ങാൻ ചുൻ തന്നെ പോകണം. ചുന്നിന് ദേഷ്യം വന്നിരുന്നു. പക്ഷെ മറ്റു വഴികളില്ല. അതുകൊണ്ട് പണമെടുക്കാൻ ചുൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് ചുൻ മിൻഹോയോടൊരു കാര്യവും പറഞ്ഞു. ഞാൻ പണമെടുക്കാൻ പോകുവാണ്. നാളെ ഉച്ചയ്ക്കുള്ളിൽ എന്റെ ഫോൺ കോൾ വന്നില്ലെങ്കിൽ, മെസ്സേജ് വന്നില്ലെങ്കിൽ നീ ഇവളെ ആ ഗ്യാങ്സ്റ്റേഴ്സ് പറഞ്ഞ അഡ്രസ്സിൽ കൊണ്ട് വിട്ടേക്കണം. അങ്ങനെ അടുത്ത ദിവസം ചുൻ പണം വാങ്ങാൻ പോയി. പണമടങ്ങിയ ബാഗ് ഒരിടത്ത് വെച്ച് ജോഹിയുടെ അച്ഛൻ മടങ്ങി. ചുൻ ആ ബാഗ് എടുത്ത് മടങ്ങാൻ ശ്രമിച്ചെങ്കിലും ചുന്നിന് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. ആരോ തന്നെ പിന്തുടർന്നു വരുന്നതായി അയാൾക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ആ പരിഭ്രാന്തിയിൽ അയാൾ പടികളിൽ നിന്ന് താഴെ വീണു. ചുന്നിന് ഗുരുതരമായി പരിക്കേറ്റു. എങ്ങനെയൊക്കെയോ പിടിച്ചെഴുന്നേറ്റ് ബാഗ് പിടിച്ചിരുന്നെങ്കിലും അധികം വൈകാതെ അയാൾ മരണപ്പെടുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ആരും ചുന്നിനെ പിന്തുടർന്നിരുന്നില്ല. മറുവശത്ത് ചുന്നിന്റെ ഫോൺ കോളിനായി മിൻഹോ കാത്തിരിക്കുകയാണ്. പക്ഷേ ഉച്ചയായിട്ടും ചുന്നിന്റെ വിവരമില്ലാത്തതുകൊണ്ട് മിൻഹോ ജോഹിയെ സ്കൂൾ യൂണിഫോം ധരിപ്പിച്ചു. പിന്നാലെ അവളെയും കൂട്ടി സൈക്കിളിൽ ചുൻ പറഞ്ഞിരുന്ന ആ അഡ്രസ്സിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി അവളെ കൈമാറാൻ വേണ്ടി തയ്യാറായി. അവിടെ എത്തുമ്പോ ഒരു മനുഷ്യൻ കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുന്നതാണ് അവൻ കണ്ടത്. യഥാർത്ഥത്തിൽ അതൊരു പെൺവാണിഭ സംഘമായിരുന്നു. ജോഹി മിൻഹോയെ ദയനീയമായിട്ട് നോക്കി. അവളെ അവിടെ അവൻ വിൽക്കാൻ പോകുന്നു എന്നവൾക്ക് തോന്നിയിരുന്നു. മിൻഹോയും അവളുടെ ദയനീയ ഭാവം കണ്ടെങ്കിലും തന്റെ മനസ്സ് ഘടിപ്പിച്ച് മിൻഹോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ തിരികെ പോരുമ്പോ അവന്റെ മനസാക്ഷി ഉണർന്നു. വീട്ടിലെത്തിയപ്പോ മൂണാകട്ടെ വെള്ളിയാഴ്ച എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവന് തോന്നിക്കൊണ്ടിരുന്നു. അതോടെ അവൻ ഭ്രാന്തമായി തിരിച്ചതയിടത്തേക്ക് സൈക്കിളെടുത്ത് വേഗത്തിൽ ചവിട്ടിപ്പോവാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോഴാണ് ആ മനുഷ്യൻ കുട്ടികളെ ഒരു വാനിൽ കയറ്റി ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവൻ മനസ്സിലാക്കിയത്. അവൻ സൈക്കിളിൽ അതിനെ പിന്തുടർന്നു. വാൻ നിർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയതുകൊണ്ട് ജോഹിയടക്കം വയ്യാതെ കിടക്കുകയായിരുന്നു. ഒടുവിൽ മിൻഹോ വാൻ തടഞ്ഞ് വാനിലേക്ക് ഒരു തരത്തിൽ കയറി. വാൻ ഓടിച്ച വ്യക്തിയുമായി മൽപ്പിടുത്തത്തിലേർപ്പെട്ടു. ഒടുവിൽ അയാളെ പുറന്തള്ളി മിൻഹോ വാനുമായി നഗരത്തിന്റെ ഭാഗത്തേക്ക് വെച്ചുപിടിച്ചു. വാൻ ഒരിടത്തൊതുക്കി സുരക്ഷിതമാക്കി നിർത്തി. ജോഹിയെടുത്ത് അവൻ തിരികെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയിട്ടും മയക്കുമരുന്നിന്റെ ആഘാതത്തിൽ ജോഹി വയ്യാതെ കിടക്കുകയായിരുന്നു. അത് കണ്ടതും മരുന്ന് വാങ്ങാൻ മിൻഹോ കടയിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞതും മൂൺ ജോഹിക്ക് അടുത്തെത്തി. നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു. ജോഹി എപ്പോഴേക്കും കുറച്ചുഷാറായി കഴിഞ്ഞിരുന്നു. ജോഹി ചോദിച്ചു, വാതിൽ പൂട്ടിയിരിക്കുകയല്ലേ, നമ്മൾ എങ്ങനെ കളിക്കും? പക്ഷേ വാതിൽ പൂട്ടിയിരുന്നില്ല. മൂണത് ജോഹിക്ക് കാണിച്ചു കൊടുത്തു. അതോടെ ജോഹി പുറത്തേക്കിറങ്ങി. മൂണിനടുക്കൽ നമുക്ക് ഒളിച്ചു കളിക്കാം എന്ന് പറഞ്ഞു. മൂണിനോട് എണ്ണാൻ ആവശ്യപ്പെട്ട ശേഷം ജോഹി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. അവൾ ദൂരെ കൂടി. നേരത്തെ നടന്ന സംഭവങ്ങൾ കൊണ്ട് അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം രൂപപ്പെട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് മിൻഹോ മരുന്നും വാങ്ങി വീട്ടിലേക്ക് തിരികെ എത്തി. നോക്കുമ്പോൾ അവിടെ ജോഹിയെ കാണുന്നില്ല. അവൻ പരിഭ്രാന്തനായി. സമയം രാത്രിയായതുകൊണ്ട് ഒരു ടോർച്ചും കയ്യിലെടുത്ത് അവളെ തിരയാൻ തുടങ്ങി. അതേസമയം ദൂരെ കോടിയിരുന്ന ജോഹി വഴിയിൽ കണ്ട ഒരു പുരുഷനടുക്കൽ സഹായം ചോദിച്ചു. പക്ഷെ അയാളുടെ നോട്ടവും പെരുമാറ്റവും തീരെ ശരിയായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ജോഹി ഭയന്നവിടെ നിന്ന് വീണ്ടും ഓടി. തിരച്ചിലിനിടയിൽ ഒടുവിൽ വയലിന്റെ നടുവിൽ വെച്ച് മിൻഹോയും ജോഹിയും കണ്ടുമുട്ടി. അവളുടെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും മിൻഹോ വല്ലാതെ ദുഃഖിതനായി. പക്ഷെ ഇത്തവണ ജോഹി ഓടിപ്പോയില്ല. പകരം അവൾ അവന്റെ കൈപിടിക്കുകയും തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്തു.
ഇതേസമയം മറുവശത്ത് നേരത്തെ ജോഹി സഹായം ചോദിച്ച ആ മനുഷ്യനെ പോലീസ് പിടികൂടിയിരുന്നു. മദ്യപിച്ചിരുന്ന അയാളെ പോലീസ് ചോദ്യം ചെയ്തു. ആ സമയം ഒരു പെൺകുട്ടി ഓടി വന്ന് സഹായം ചോദിച്ച കാര്യമൊക്കെ അയാൾ പോലീസിനോട് പറഞ്ഞു. അത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥ അവിടെ മുഴുവൻ തിരച്ചിൽ നടത്താൻ തുടങ്ങി. തിരഞ്ഞ് അവരൊടുവിൽ അവിടുത്തെ മിൻഹോയുടെ വീട്ടിലേക്കും എത്തിച്ചേർന്നു. വീടിന്റെ പുറത്തുള്ള ടോയ്ലറ്റിന് വെളിയിൽ നിന്ന് മിൻഹോ കൈകൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോഹി ആ ടോയ്ലറ്റിനകത്തുണ്ട്. പോലീസ് ഓഫീസർക്ക് അത് കണ്ട് വല്ലാത്ത സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഓഫീസർ അങ്ങോട്ടേക്ക് വന്നതും ജോഹി ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നു. ജോഹിയെ കണ്ടതും അവർ ആക്രോശിച്ച് മുമ്പോട്ടേക്ക് ചെല്ലാൻ തുടങ്ങി. മിൻഹോയെ പിടികൂടാനായിരുന്നു ശ്രമം. മിൻഹോയും ഓഫീസറും തമ്മിൽ പിടിവലിയും മറ്റും നടന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഓഫീസറുടെ തല നിലത്തടിച്ചു. അവരുടെ ബോധം മറഞ്ഞു. അത് കണ്ട് മിൻഹോ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ജോഹിക്കാകട്ടെ ഒരു കൂസലുമില്ലാത്ത പോലായിരുന്നു പെരുമാറിയത്. അവൾ അങ്ങോട്ടേക്ക് നടന്നെടുത്തു. നമുക്ക് പെട്ടെന്ന് ഈ സിറ്റുവേഷൻ കവർ ചെയ്യണം എന്ന് പറഞ്ഞ അവൾ മിൻഹോയുടെ കൂടെ കൂടി അവനെ സഹായിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് പോലീസ് ഓഫീസറുടെ ബോഡി മാറ്റി. അവിടെ ചെറിയൊരു കുഴിയെടുത്ത് ഓഫീസറെ അതിലവർ പാതിയടക്കം ചെയ്തു. ഉണർന്നാലും ഓഫീസറിനധികം അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവർ ആ കുഴി സൃഷ്ടിച്ചത്. ഓഫീസറുടെ തല മൂടാതെ തല മാത്രം അവർ വെളിയിലാക്കി. നടന്ന ആ സംഭവങ്ങൾ അത്രയും മിൻഹോയെ ആകമാനം ഉത്കണ്ഠയിൽ ആഴ്ത്തിയിരുന്നു. ആ രാത്രി അവൻ ഉറങ്ങാനേ സാധിച്ചില്ല. അടുത്ത ദിവസം പണത്തിനായി കാത്തിരുന്ന ആ 2 ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് ആ മനുഷ്യക്കടത്തുകാരനെ കണ്ടു. തലേ ദിവസം നടന്ന കാര്യങ്ങൾ അയാളിൽ നിന്ന് ആ ഗ്യാങ്സ്റ്റേഴ്സ് അറിഞ്ഞു. അതോടെ അവർ മിൻഹോയെ തിരഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തി. വഴിയിലിരുന്ന വൃദ്ധയിൽ നിന്ന് മിൻഹോയുടെ വീടിനെപ്പറ്റി മനസ്സിലാക്കി അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇതിനിടയിൽ ജോഹിയെയും അവിടെ ഒളിച്ചു താമസിപ്പിക്കാൻ കഴിയില്ലെന്ന് മിൻഹോയ്ക്ക് മനസ്സിലായിരുന്നു. അവന്റെ കണ്ണുകൾ ജോഹിയുടെ സ്കൂൾ നോട്ട്ബുക്കിൽ പതിച്ചു. അതോടെ ജോഹി അവളുടെ സ്കൂളിൽ തന്നെ തിരികെ വിടാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു. അവൻ അവളോട് തയ്യാറാകാൻ പറഞ്ഞു. കിമ്മിന്റെ പക്കൽ നിന്നെടുത്ത കോട്ടും പാന്റും ധരിച്ച് വൃത്തിയായി അവൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. മൂണപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർ പോയി കഴിഞ്ഞതിന് പിന്നാലെയാണ് ഗുണ്ടകൾ മിൻഹോയുടെ വീട്ടിലെത്തിയത്. അകത്ത് പരിശോധിച്ചപ്പോ അവർക്ക് മിൻഹോയുടെ അനിയത്തിയെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ജോഹിയെ കാണാത്തതുകൊണ്ട് പകരം ആ ചെറിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. മിഠായി കാണിച്ച് അത് നൽകി അവർ മൂണിനെ വശത്താക്കി. അവൾ അവരുടെ കൂടെ പോവാൻ സമ്മതിച്ചു. പക്ഷെ അവർ മുറ്റത്തേക്കിറങ്ങിയപ്പോ അവിടെ കിടന്ന പോലീസുകാരിയെ കണ്ടു. അവരുടെ കൈ അനങ്ങുന്നത് കണ്ട് ആ ഗ്യാങ്സ്റ്റേഴ്സ് ഭയന്നുപോയി. ഏതോ ഒരു സ്ത്രീ എന്ന് ചിന്തിച്ച് ആ സ്ത്രീയെ കൊടിയിൽ നിന്ന് പുറത്തെടുക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ പുറത്തെടുത്തതുമാണ് അതൊരു പോലീസ് ഓഫീസറാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അതോടെ ഭയന്ന ആ ഗ്യാങ്സ്റ്റേഴ്സ് മൂണിനെ അവിടെ ഉപേക്ഷിച്ച് വേഗത്തിൽ ഓടിപ്പോയി. മൂണാകട്ടെ ഒന്നും അറിയാത്ത പോലെ പോലീസുകാരുടെ മുന്നിലിരുന്ന് മിഠായി തിന്നുകൊണ്ടിരുന്നു. മറുവശത്ത് നീണ്ട യാത്രയ്ക്ക് ശേഷം മിൻഹോ ജോഹിയുമായി സ്കൂളിലെത്തി. സ്കൂളിന്റെ വാതുക്കൽ എത്തിയതും ജോഹി തന്റെ ക്ലാസ് ടീച്ചറെ കണ്ടു. ടീച്ചറെ കണ്ടപ്പോൾ ജോഹിക്ക് തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പക്ഷേ അത്രയും കാലം കൂടെയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു അനിയത്തിയെപ്പോലെ മിൻഹോ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവൾ ടീച്ചറുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈവിടാൻ അവനെന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറെ തവണ ജോഹി തന്റെ കൈ വലിച്ചു. പക്ഷേ വിടാതെ മിൻഹോ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ജോഹി തന്റെ കൈ ബലമായി വിടുവിപ്പിച്ച് ഓടിച്ചെന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചു. ആരാ ആ മനുഷ്യൻ എന്ന് ടീച്ചർ ചോദിച്ചു. ഇയാൾ എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നായിരുന്നു ജോഹിയുടെ മറുപടി. അത് കേട്ടപ്പോൾ മിൻഹോയുടെ തലയിൽ ആകാശം ഇടിഞ്ഞു വീണതുപോലെ തോന്നി. ഒട്ടും വൈകാതെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ അവിടെ നിന്ന് വേഗത്തിൽ ഓടി. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുമ്പോഴും അവൻ ഭ്രാന്തമായി ഓടിക്കൊണ്ടിരുന്നു. ജോഹിയെക്കുറിച്ച് അനിയത്തി ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നായിരുന്നു അവന്റെ ചിന്ത. വിങ്ങുന്ന ഹൃദയവും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി അവൻ ഓടിക്കൊണ്ടേയിരുന്നു. വൈകാരികമായ ആ രംഗത്തോടെ കഥ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് ഒരു ഓപ്പൺ എൻഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മിൻഹോ തിരികെ വീട്ടിലെത്തുമ്പോൾ പോലീസിന്റെ പിടിയിലാകുമോ, അതോ അനിയത്തിക്കൊപ്പം സമാധാനമായി ജീവിക്കുമോ, അല്ലെങ്കിൽ പോലീസുകാർ തന്നെയൊക്കെ മനസ്സിലാക്കി മിൻഹോയെ സംരക്ഷിക്കുമോ, ജോഹിക്കിനി എന്തു പറ്റും എന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ സങ്കല്പത്തിന് ഡയറക്ടർ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിരുന്നാലും മിൻഹോയെപ്പോലെ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ഭാവി അത്ര ശോഭനമായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. മടങ്ങിയെത്തുന്നവൻ പോലീസിന്റെ പിടിയിലകപ്പെടാനാണ് സാധ്യത. പോലീസ് മിൻഹോയുടെ അനിയത്തിയെ സംരക്ഷിക്കുമായിരിക്കാം. സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജോഹി തുടക്കം മുതലേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരിക്കലും ശരിയായ അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു പ്രശ്നമുണ്ടാക്കാതെ അവൾ ആദ്യം മുതലേ മിൻഹോയുടെ കൂടെ നിന്നത്. മിൻഹോയുടെ വീട്ടിലുണ്ടായിരുന്ന സമയങ്ങളിൽ അവൻ വാതിൽ പൂട്ടുകയും ജോലിക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അല്ലാത്തപ്പോഴെപ്പോഴും അവൾ അവന്റെ നിരീക്ഷണത്തിലായിരുന്നു. ജോഹി അതീവ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. അവളുടെ പെരുമാറ്റത്തിലും അവൾ ചെയ്ത കാര്യങ്ങളിലും
ഉണ്ടെങ്കിലും അത് നോക്കിക്കാണാൻ സാധിക്കും. തനിക്ക് ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിടത്ത് വേണ്ടതുപോലെ അവൾ പ്രവർത്തിച്ചു. ഒടുവിൽ രക്ഷപ്പെട്ടപ്പോൾ അവൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഈ കഥ അതിജീവനത്തെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ഒരേപോലെ സംസാരിക്കുന്നുണ്ട്. മിൻഹോയുടെ നിശബ്ദമായ കരുതലുകളും ജോഹിയുടെ മനക്കരുത്തും എല്ലാം സിനിമയിലൂടെ പറഞ്ഞു പോകുന്നു. വിശ്വാസവും ധാർമ്മികതയും മനുഷ്യർ പരസ്പരം സ്വാധീനിക്കുന്ന രീതികളും ചിന്തകൾക്ക് വഴി തുറക്കുന്നു. സംഘർഷങ്ങൾ നിറഞ്ഞ കഥയാണെങ്കിലും മിൻഹോയുടെയും ജോഹിയുടെയും മൂണിന്റെയും ബന്ധത്തിലെ മാനുഷിക ഭാവവും അതിനിടയിൽ പറയാതെ പറഞ്ഞുവെക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ മായാതെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഈ കഥയുടെ അവസാനം എന്തായിരിക്കും എന്ന കാര്യവും കമന്റുകളിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.